നമ്മളിപ്പോ പീക്കിൽ എത്തിയിരിക്കുകയാണ്. പീക്കല്ല, ഒരു സെറ്റപ്പ്, ഒരു ചെറിയൊരു പാറ പോലെ കാണാം കേട്ടോ. ചെറിയൊരു ഓപ്പണിംഗ്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ല കോടയൊക്കെ, മഞ്ഞും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഫോട്ടോ പോയിന്റ് പോലെയൊക്കെ ഉണ്ട്. വിഷ്ണു അവിടെ കൈ പൊക്കി നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് പുറകെ നമുക്ക് മുമ്പ് ലേറ്റായിട്ട് സ്റ്റാർട്ടായ ടീം എത്തിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ ഗൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷമം. അതെ, നമ്മുടെ കൂടുതലൊരു എത്തിയിട്ടില്ല. അവര് പറയില്ല. ഇവന്മാർക്ക് ഗൈഡൊന്നും ഇല്ല കേട്ടോ. ഇവന്മാർ വെറുതെ നടന്നു വരാം. പുള്ളി തെന്നി വീണ് താഴോട്ട്. എന്നിട്ട് പുള്ളി തിരിച്ചു കയറി വരിക. തെന്നി വീണ് നമ്മളിവിടെ പൊടിയിട്ട് അട്ടപ്പൊടി ചാകുമെന്ന് ടെസ്റ്റ് ചെയ്യാണ്. അണ്ണനൊക്കെ ധൃതിക്കാരനാ. വേഗം പോവാൻ. ಹೋಗು പോലാം. He went to Andhra, other state, and he watched and he came back. എന്ത് വാട്ട് ഡിഡ് യു വാച്ച്? തമിഴ്നാട്ടിൽ കിടക്കില്ലേ? ആന്ധ്രയിൽ കൂലി കാണാൻ വേണ്ടി ആന്ധ്രയിൽ പോയി നോക്കുന്നു. ഇവരെ തമിഴ്നാട്ടിൽ കൂലി കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി ടിക്കറ്റ് എടുത്ത്, ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ആന്ധ്രാപ്രദേശിൽ പോയി. എന്നിട്ടാ കണ്ട്. അയ്യോ, അത്രയും വലിയൊരു ഫാൻ നമ്മളെ കണ്ടില്ല കേട്ടോ. വേറെ സ്റ്റേറ്റിൽ പോയി പടം കണ്ട ഫാൻ. ഭയങ്കര വലിയ ഫാനാ. നമ്മളെ മോഹൻലാലിനെ പടങ്ങാൻ എറണാകുളത്ത് തൊടുപുഴയ്ക്ക് പോയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇത് തമിഴ്നാട്ടിൽ ആന്ധ്ര പോയിരിക്കുന്നു. അതൊക്കെയാണ് ഫാൻ. വലിയ ഫാൻ. നമുക്ക് വാൾപേപ്പർ തന്നെ രജനി സാറിന്. അതെ. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് ഗ്ലൂക്കോസ് പൊടി കലക്കിയിട്ടുണ്ട്. അവർക്ക് ഗ്ലൂക്കോസ് പൊടി തന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇത് കുടിച്ചിട്ട് പവർ ഹൗസ് ആണ്. ഇത് കുടിച്ചിട്ട് വിവേകിന്റെ റിവ്യൂ പറയും ഗ്ലൂക്കോസ് വെള്ളത്തിന്റെ. വിവേക് ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? പവറായി നടാ പണ്ടാരം. ആദ്യം ഗ്രീൻ ലഷ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിന്നെ അവസാനം ഏറ്റവും മേളില് ഗ്രാസ് ലാൻഡാ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഗൈഡ് ആയിട്ട് ബാക്കി വരുന്നുള്ളൂ. പുള്ളി ഹോഗി ബേറി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കയറ്റി വിട്ടു. എല്ലാരും ബേഗബരി. ഹലോ, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കാം കേട്ടോ. ടെറേനൊക്കെ മാറി കേട്ടോ. ഒരു അത്യാവശ്യം കുറച്ചുകൂടെ കളർ മാറി. ഇത് ഒരു കോർ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറിയെന്ന് തോന്നുന്നു. ഇത് സെമി കണ്ടക്ടർ. കൊടയോ? എടാ കൊട. നമ്മ അല്ലി ഗൈഡ് കൊടയും കൊണ്ട് ഓടുന്നു. 6 കൊട കിട്ടി. എടുത്തോ. കൊടകലു അണ്ണന്റെ കൊട കിട്ടി. അണ്ണന് ചോദിക്കുന്നത് 6 കൊട. മനെ കൊണ്ടുപോ. അണ്ണൻ ബാക്കിലല്ലേ? നമ്മുടെ നാഗാനന്ദാണ് നമ്മളെ ഇട്ടിട്ട് പോയി കേട്ടോ. ഏതോ വഴിക്ക് പോയി. ആ തെണ്ടി നമ്മുടെ പൈസ മേടിച്ചിട്ട് അപ്പൊ അണ്ണന്മാരെ നമ്മള് വേറെ ആക്കി. ഇങ്ങെന്ത് NP3 എഴുതിയിരിക്കും. NP3 സംഭവം നാഷണൽ പെർമിറ്റ് ആയിരിക്കും. നാഷണൽ പെർമിറ്റ് ഈ കാർഡിന്റെ 3ാമത്തെ മരം. ഇത് പെർമിറ്റ് ഉള്ള മരമാണ്. നമ്മുടെ നാഗാനന്ദാണ് നമ്മളെ വഴി ഇട്ടിട്ട് പുള്ളി പോയി കേട്ടോ. നീ ഇവരെ കൊണ്ട് നമ്മള് പോകണം തോന്നുന്നു. അണ്ണൻ പൈസ മേടിച്ച് അണ്ണൻ മുങ്ങി. അണ്ണന് കൊടയും കൊടുത്തു വിട്ടു. അണ്ണന്റെ കൊട കൊടുക്കണ്ടായിരുന്നു. എന്തിയാ ബാക്കിയല്ലേ? എല്ലാവരും പുറകെ വരുന്നുണ്ട്. Hey, there are people with you right behind. ഇതൊന്നും കേൾക്കണില്ലേ? നമ്മളാണ് ഇവരെ കളയാൻ. അണ്ണൻ മടുത്തു. എല്ലാരും കൂടെ പോയി എന്നിട്ട് അണ്ണൻ സ്ഥലം വിട്ടു. അണ്ണന് കുറെ കന്നഡ ഫ്രണ്ട്സ് കിട്ടി. അപ്പൊ അണ്ണൻ അവന്മാരുടെ ഗൈഡായിട്ട് പോയി. നോക്കുമ്പോ കന്നഡക്കാരോട് ഫോട്ടോ എടുക്കുന്നു. എന്താ പറയാ, നിങ്ങൾ ഇനി പോക്കോ, ഞാൻ ഇവരോട് വരാം. അണ്ണൻ പറയുന്ന അണ്ണൻ മറാത്തിയാണ്. പക്ഷെ അണ്ണന് മറാത്തിയും കന്നഡ മാത്രമേ ഉള്ളൂ. ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ മറാത്തിയാണ് എങ്ങനെ ഇവിടെ വന്ന് താമസിച്ചത് അത് നമുക്കറിയത്തില്ല. പക്ഷെ പേര് കന്നഡ പേരാണല്ലോ, നാഗാനന്ദൻ. അതാ പുള്ളിയുടെ അച്ഛൻ മറാത്തിയാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നാഗേന്ദ്രൻ നമ്മുടെ മല്ലയ്യ ചട്ടമ്പിനാടിന്റെ ക്ലൈമാക്സിലെ വില്ലനാണ് സിദ്ദിഖ്. നാഗാനന്ദ് ഇത് നമ്മുടെ ഹീറോ. പക്ഷെ നമ്മൾ ഇട്ടിട്ട് പോയി. മറ്റൊരു വരുന്നില്ല കേട്ടോ. മറ്റൊരു പുറകിലും കണ്ട് കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇവരുടെ കൂടെയുള്ള ബാക്കി 4 പേര്. നമ്മൾ അണ്ണനെ തെറ്റിദ്ധരിച്ചു. അണ്ണൻ പുറകിലുണ്ട്. അണ്ണൻ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അണ്ണൻ ഫ്രണ്ടിൽ പോയില്ല. നമ്മൾ അണ്ണനെ തെറ്റിദ്ധരിച്ചു. അതെ. ബേഗബരി എടാ കിട്ടും എന്നുവെച്ചാ കളിയാക്കാൻ. അപ്പൊ നമ്മള് വേറൊരു സ്ഥലത്ത് ചെന്നു. വേറൊരു ഓപ്പണിംഗ് ചെന്നു. അവിടെ നിന്ന് ഇപ്പൊ 1 അരമണിക്കൂർ നടന്നു. And then we reached here. ഇവിടെ കുറെ കല്ലും മണ്ണെല്ലാം കൂട്ടിയിട്ടുണ്ട്. കുറെ കല്ലുകൾ തെന്നലാണ് കേട്ടോ അവിടെ. കല്ല് പൊട്ടിക്കാനോ? എന്താ പറക്കി വെച്ചോ.
വിഷ്ണുവിടെ ഒരു കൽക്കൂമ്പാരം പണിയാൻ പോവാ. കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ കക്കടമ്പ് പൂക്കുമ്പോൾ നാനന്നാ നാനന്നാ. How do you watch Tamil movies with subtitle or without? No, without subtitle. I sometimes need subtitle, but I watch Coolie without subtitle, but I understood. Little bit. അതെ, but sometimes I have to ask him for translation. He's good at Tamil. ഡെൻസ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പം കുറച്ചുകൂടി ഇങ്ങനെ പുല്ല് വളർന്നു നിൽക്കുന്ന ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ആ ഒരു ഗ്രാസ് ലാൻഡ് ഏരിയ ആയിട്ട് വരികയാണ് നമ്മൾ മേലോട്ട് പോകുന്നതോറും. മേലെ ചെല്ലുമ്പോൾ ഫുള്ള് ഗ്രാസ് ലാൻഡ് ആയിരിക്കും തോന്നുന്നു. അപ്പം കണ്ടോ ഇവിടെ ഇങ്ങനെ പുല്ല് വളർന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് കൂടെ വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഗ്രൂപ്പെല്ലാം ബാക്കിലായി. വിഷ്ണു ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നടന്നു പോരുന്നു. ഇതിങ്ങനെ ഇവിടെ ഒരു അട്ടയില്ല. അട്ടയുള്ള സ്ഥലം കഴിഞ്ഞു. ദാറ്റ്സ് ഗുഡ്. Now this is a beautiful place. ഇപ്പോൾ നല്ല രസമായി വരുന്നുണ്ട് കാണാൻ. NP4 എത്തിയിട്ടുണ്ട്. എന്താ NP എന്ന് മാത്രം മനസ്സിലാകില്ല. NP3 മുമ്പേ കണ്ടിരുന്നു. മഴ പെയ്യുന്നു റെയിൻകോട്ട് ഇടാം. വിവേക് റെയിൻകോട്ടൊക്കെ ഇടാം. മഴ വീണ്ടും കൂടി കേട്ടോ ഗൈസ്. നമുക്ക് റെയിൻകോട്ട് ഇടാം. റെയിൻകോട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ ടീഷർട്ട് നനയുന്നുണ്ട്. എൻ്റെ നനഞ്ഞില്ല. ഇല്ല നനഞ്ഞോ? പോകുമ്പോൾ ഇറ്റ്സ് റെയിനിങ് അഗൈൻ. ഇപ്പോൾ കുറച്ച് നല്ല കയറ്റമായിട്ടുണ്ട്. ഇത്ര നേരം റിലേറ്റീവ്ലി ഈസി ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് കയറ്റമായി തുടങ്ങിയിട്ടുണ്ട്. മഴയും പെയ്യാൻ തുടങ്ങി നല്ലതായിട്ട്. ഗൈഡാണെങ്കിൽ പുറയിലായി. നമുക്ക് റൂട്ട് ചെയ്യാൻ കയറി ഇപ്പോൾ വഴി കണ്ടറിയാലോ. ബാക്കിയെല്ലാം വരണുണ്ട്. ഇപ്പോൾ കയറിപ്പോണ വഴി നല്ല രസമായിട്ടുണ്ട്. ഈ സൈഡൊരു പുൽമേട ഇവിടെ മേലെ. നമ്മളിൻ്റെ സൈഡിൽ കൂടെ കയറി പോകാൻ മേലോട്ട്. ഞാൻ ഒന്ന് പോയി നടന്നെടുത്തു. എനിക്കിത്ര വീണ്ടും നടന്നു. ഞാൻ എടുത്തു. വീഡിയോ എല്ലാം ബ്ലറായി. വെള്ളം വേണ്ടിട്ട് ലെൻസിൽ. കാട് കഴിഞ്ഞു. പെനിയും ഫുള്ള് പുൽമേട മേലോട്ട്. ഇതുവഴി അണ്ണി മേലോട്ട് കയറി പോകണം. നമ്മൾ ഓൾമോസ്റ്റ് പീക്കിലെത്താറായി. അവിടെ ഇവിടെ ആണ് പീക്ക്. അപ്പം നല്ല ഫുള്ള് പുൽമേടായി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് മഞ്ഞ, മൂടൽ മഞ്ഞ ഉണ്ടോ? ഒന്നും കാണത്തില്ല, എല്ലാം മൂടിക്കിടക്കുക. പുള്ളിയുടെ എപ്പം ചോദിച്ചാലും പുള്ളിയുടെ 1 കിലോമീറ്റർ ബാക്കിയുള്ളതെന്ന്. ഇവിടുത്തെ കയറുമ്പോൾ തൊട്ട് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി അത് തന്നെയാണ് പറയണത്. അട്ടയുണ്ടോ? അട്ടയുണ്ടെന്നാണ് വിഷ്ണു പറയുന്നത്. വീണ്ടും ഉള്ളിലുണ്ടാവും ചിലപ്പം, അറിയത്തില്ല. ഉണ്ടെങ്കിലും അവിടെ ഇരിക്കട്ടെ. വന്നപ്പോഴാണ് മേളിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച ശ്രീരാജിന്റെ കൈയുടെ അവിടെ അട്ട. പക്ഷെ ഇതിന്റെ വെളിയിലാണ്ട് സീനില്ല. നിക്ക് വെയിറ്റ്. ഇതാണ് അട്ട. ഇത് കയ്യിൽ എങ്ങനെ വന്നെന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ കോട്ട് ഞാൻ നിലത്ത് വെച്ചാണ്. ഓ, അപ്പൊ കയറിയതാണ്. അതാണ് സ്കീം. എന്തായാലും കയറിയാണെന്ന് തോന്നുന്നു. വരണില്ല ഇങ്ങോട്ട് വലിച്ചിട്ട്. കിട്ടി അട്ട കിട്ടി. ഇതാണ് അട്ടേനെ കിട്ടി. ഇതാണ് ഇവിടുത്തെ വ്യൂ. മോനെ കാറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫീല്. കോടമഞ്ഞ്, പച്ചപ്പുൽമേട്, ഒരു മഴ കൊണ്ടിങ്ങനെ നനഞ്ഞു കിടക്കുന്ന ഒരു പ്രകൃതി. അതെ. പിന്നെ ഫോണിൽ കാണുന്നൊന്നുമല്ല, നിങ്ങൾ നേരിട്ട് നമ്മുടെ കണ്ണും കൊണ്ട് കാണണം. എത്ര ഫോണോ എത്ര ക്യാമറയാന്ന് പറഞ്ഞാൽ നമുക്കിത് ബ്യൂട്ടി കിട്ടണമെന്നില്ല. നിങ്ങൾ നമ്മളിവിടെ വന്ന് ശൃംഗേരി വന്ന് കീഴയം തുടങ്ങി 7 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് വ്യൂ കിട്ടത്തുള്ളൂ. അങ്ങോട്ട് വെള്ള കളർ മാത്രം, വേറെ ഒന്നുമില്ല. ഫുള്ള് വെള്ള കളർ. ഇവിടെ ഒരു വലിയൊരു കുഴിയാന്ന് നമുക്ക് തോന്നും ഇവിടെ നോക്കിയാൽ. ആക്ച്വലി നമ്മൾ ശരിക്കും മല്ലന്തൂർ വഴി വരേണ്ടതായിരുന്നു ഈ ട്രക്ക്. മലന്തൂർ വഴിയാണെങ്കിൽ നമുക്ക് ബർഖാന ഫോൾസ്, പിന്നെ തന്നെ ജോഗിഗുണ്ടി ഫോൾസ്, ഈ വാട്ടർഫോൾസ് എല്ലാം കാണാമായിരുന്നു. ബർഖാന ഇന്ത്യയിലെ തന്നെ 1 ഓഫ് ദ ടോളസ്റ്റ് ഫോൾസ് ആണ്.
വൺ ഓഫ് ദ ഏറ്റവും ടോളസ്റ്റ് അല്ല, പക്ഷേ അതിൻ്റെ ടോപ്പിൽ നമുക്ക് ചെന്നിട്ട് താഴോട്ട് നോക്കി അതിൻ്റെ വ്യൂ കിട്ടിയേനെ. പക്ഷേ റെയിനി സീസണിൽ അവർ അലോ ചെയ്യില്ല അതുവഴി എന്നാണ് പറയണേ. ഒരു ഒക്ടോബർ ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ. അന്നേരത്തിന് പക്ഷേ വാട്ടർഫോളിൽ വെള്ളം കുറയും, പക്ഷെ അന്നേരം അലൗഡ് ആയിട്ടുള്ളൂ അതുവഴിയുള്ള ട്രക്കിങ്. ആക്ച്വലി നമ്മൾ മലന്തൂരിൽ നിന്ന് ബർക്കാനൊക്കെ കണ്ട് കയറി ഇതിന് മേലെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ച് താഴോട്ട് കിഗ്ഗയ്ക്ക് ഇറങ്ങുകയാണ് ചെയ്യാറ്. അതാണ് ബെസ്റ്റ് റൂട്ട്. പക്ഷേ ഇപ്പം നമ്മൾ കിഗ്ഗന്ന് സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ട് തിരിച്ച് കിഗ്ഗയ്ക്ക് തന്നെ പോവുകയാണ് ചെയ്യണേ. ഇതേ റൂട്ട് വഴി തന്നെ.